10 വർഷം മുമ്പുള്ള ജനസംഖ്യയല്ല ഇപ്പോഴും. അപ്പോൾ ഈ ജനിച്ച് പുനർജന്മം എന്നുള്ള കൺസെപ്റ്റേ പോയി. കാര്യം കുറച്ച് ആൾക്കാർ പിന്നെയും പെൻഡിങ് ആയിട്ട് കിടക്കുകയാണോ, അതോ അധികമായിട്ട് ആൾക്കാർ പിന്നെയും ജീവിച്ച് വരുവാണോ? അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു തിയറി? അപ്പോൾ അങ്ങ് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ലെവലിലായിരിക്കും ഞാൻ തിരിച്ച് അങ്ങേടുത്ത് റെസ്പോണ്ട് ചെയ്യുക. പ്രാക്ടിക്കലായിട്ട് നമ്മൾ എത്രത്തോളം വ്യക്തികളുമായിട്ട് സംസർഗം വരുന്നു, അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും നമ്മളുടെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലുമാണ്. അല്ല, ഈ ഒരു കാരണം കൊണ്ടായിരിക്കണം ഈ രംഗത്ത് ഒരുപാട് വ്യാജമായിട്ടുള്ള ആൾക്കാരെ, മീൻസ് ഇതിന് കൃത്യമായിട്ടൊരു സിലബസോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ബുക്കോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പാറ്റേണോ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വാളെടുക്കുന്നതെല്ലാം വെളിച്ചപ്പാടെന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യാ എനിക്ക് കൊഞ്ചം ഏതോ ചൊല്ലിക്കൊടുങ്ക അയ്യാ, നമ്മളെപ്പോഴും empty ഫോട്ടായിരിക്കണം, നമ്മളൊന്നും അറിയാം. ഞാനിത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് പറഞ്ഞ ലൈൻ ശരിയല്ലെന്നോ, താങ്കൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാനല്ല തോന്നുന്നത്. ഒരു ടൈമിൽ അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കെൻ്റെ കൈ കാണണോ, ഇതാ നോക്ക്. നമ്മളിപ്പം തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുകയല്ലല്ലോ വേണ്ടത്, നമ്മൾ അറിവ് നേടാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ദൈവം പോലെ എപ്പോഴും ആരാധിക്കുന്നത്? ഒരൊറ്റ വാക്കിൽ പറയാമോ അങ്ങേക്ക്? അത് നമ്മൾ ആ വ്യക്തിക്ക് അനുസരിച്ച്. ഇപ്പം ഞാൻ വേറൊരു ഇൻ്റർവ്യൂർ ആണ് എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ച ക്വസ്റ്റിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. റെസ്പെക്ട് ഈസ് അൾട്ടിമേറ്റ്. അതായത് നമ്മളിപ്പോൾ ഈ മുൻജന്മം എന്ന് പറഞ്ഞല്ലോ, മുൻജന്മം ആക്ച്വലി അത് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല മുൻജന്മം എന്നുള്ള സംഭവം. അതായത് തിയറി ഓഫ് ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട്, പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പതിറ്റാണ്ടുകളോളം വർഷങ്ങളെടുത്തിട്ട് 10,000 വർഷങ്ങൾ കൊണ്ട് ഇവല്യൂഷൻ സംഭവിച്ചിട്ടാണ് മനുഷ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് മുൻജന്മം എന്നുള്ള സംഭവം, മുൻജന്മ സുഹൃതം, അതൊക്കെ ശരിക്കും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പം പറയും വിശ്വാസമാണ് പൂർലി. ഇപ്പോൾ ഹസ്തരേഖ ആയാലും ഈ ആൾട്ടർനേറ്റീവ് സയൻസ് എല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചൊവ്വാദോഷം വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ എല്ലാ രീതിയിലുള്ള ജ്യോതിഷ ദോഷങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഹസ്തരേഖയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വിശ്വാസമുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, വിശ്വാസമില്ലാത്തവർക്ക് എന്തായാലും ഇപ്പം വി എസ് അച്യുതാനന്ദൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ പിണറായി വിജയൻ സാറിൻ്റെ ഒരു കൈ നോക്കി പറഞ്ഞാൽ അദ്ദേഹം കിടക്ക് പുറത്തെന്ന് പറയും. കാര്യം അദ്ദേഹത്തിന് അതിനകത്ത് വിശ്വാസമില്ലായിരിക്കും. വിശ്വാസമുള്ളിടത്ത് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്തെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു ബോധം, പ്രാപഞ്ചിക ബോധം, കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആണ് വർക്ക് ചെയ്യുന്നത്. അത് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിട്ട് ഫലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നടപടി എന്ന് വെച്ചാൽ ഇത് ഒരു പോസിറ്റീവായ കാര്യങ്ങൾ ആൾക്കാരോട് പറഞ്ഞ് അവരെ ഒന്ന് അപ്പാക്കി ഒരു മോട്ടിവേഷണൽ സ്പീക്കറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ ഒരു ധർമ്മമാണ് ശരിക്കും സമൂഹത്തിൽ സാറിനെ പോലുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം ആൾക്കാരെ ഒന്ന് പാമ്പർ ചെയ്ത് അവരെ ഒന്ന് സമാശ്വസിപ്പിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിനെ പോസിറ്റീവ് ആക്കി പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിച്ചു വിടുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യമാണ് സാറിനെ പോലുള്ള ആൾക്കാർ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ശരിയല്ലേ? ഇവിടെ പ്രീവിയസ് ബർത്ത് ഒരു വ്യക്തിയെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന് ഞാൻ വളരെ മനോഹരമായിട്ടൊരു ചെറിയ സ്റ്റോറി അല്ലെങ്കിൽ റിയൽ ഇൻസിഡൻ്റ് ആണ്. ചെന്നൈയിൽ പെരിയോറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പെരിയോർ കേട്ടിട്ടുണ്ട്. അപ്പോൾ പെരിയോർ അടുത്ത് കുറച്ച് നമ്മുടെ ആദി ശങ്കരാചാര്യരുടെ ആ ഒരു കാലയളവിൽ വരുന്ന പെരിയോര്. അപ്പോൾ നമ്മുടെ ശൃംഗേരി അല്ലാണ്ട് നമ്മുടെ ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള പെരിയോരായിരുന്നു അവരുടെ ആ ഒരു ആത്മീയാചാര്യ. ആ പെരിയോരടുത്ത് കുറേ UK പീപ്പിൾസ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ഈ പ്രീവിയസ് ബർത്ത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു അടിസ്ഥാനവുമില്ല, അതിന് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കൂട്ടി ശാസ്ത്രീയമായ അടിത്തറകളൊന്നും തന്നെയില്ല, അതൊക്കെ വെറും സ്റ്റുപ്പിഡിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് അവരെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ എന്ന് തിരിച്ചു പോകുന്നു എന്ന് ചോദിച്ചു അവരുടെ അടുത്ത്. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ എന്താ ഒരാഴ്ച നിന്നിട്ട് എന്താ കാര്യം? അപ്പോൾ ഒരാഴ്ച നിന്നിട്ട് നമ്മൾ ഇന്ന ഹോസ്പിറ്റലിൽ പോകണം. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തു. അവിടെ പോയിട്ട് അവിടെ എത്ര കുട്ടികൾ ജനിക്കുന്നു, എത്ര കുട്ടികൾ, അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വേറെ ബോർഡ്സും ഒക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് അയച്ചു. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് അയച്ചപ്പം അവർ ഒരാഴ്ചത്തെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതേപോലെ 14 കുട്ടികൾ എങ്ങോട്ടോ ജനിച്ചു, അതിനകത്ത് 10 പേര് ജീവനോടെ ഉണ്ട്, 4 പേര് മരിച്ചുപോയി, അതിനകത്ത് 2 കുട്ടികൾ ഇൻക്യുബേറ്ററിലാണ്, പ്രശ്നമാണ് എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ശരി, അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ UK പറഞ്ഞത് നമ്മൾ എന്തും ഈ ജന്മത്തിൽ ചെയ്യുന്നത് മാത്രമേ നമുക്ക് ബാധിക്കത്തുള്ളൂ, പ്രീവിയസ് ബർത്ത്. അപ്പം അവൻ ചോദിച്ചു, ന്യൂ ബോൺ ബേബി, ജസ്റ്റ് ജനിച്ച കുട്ടി മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അത്രയും അസുഖം വരുന്നു, എന്ത് പാവമാണ് ആ കുട്ടി ചെയ്തത്? മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് അദ്ദേഹം ഇവർക്ക് ആൻസർ ഇല്ലാതായി പോയി എന്നാണ് ആ ഒരു സമയത്ത്. അദ്ദേഹം എക്സാമ്പിൾ നമ്മൾ പലതും അദ്ദേഹം ആൻസർ പറഞ്ഞോളൂ, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പറയൂ, ആൻസർ പറയൂ. അല്ല, മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് കൊണ്ട് എത്രയോ ന്യൂ ബോൺ ബേബീസ് മരിക്കുന്നുണ്ട്. അതിനൊക്കെ ഈ മുൻജന്മം പിൻജന്മമായിട്ട് കമ്പയർ ചെയ്ത് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ലോക ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം
നമ്മൾ ഒരു 10 വർഷം മുമ്പുള്ള ജനസംഖ്യയല്ല ഇപ്പോഴും. അപ്പോൾ ഈ ജനിച്ച് പുനർജന്മം എന്നുള്ള കൺസെപ്റ്റേ പോയി. കാര്യം കുറച്ച് ആൾക്കാർ പിന്നെയും പെൻഡിങ് ആയിട്ട് കിടക്കുകയാണോ, അതോ അധികമായിട്ട് ആൾക്കാർ പിന്നെയും ജീവിച്ച് വരുവാണോ? അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു തിയറി? ജനസംഖ്യ കൂടി വരികയല്ലേ സാറേ? ജനസംഖ്യ കൂടി വരുന്നത് ഞാൻ ഈ പറഞ്ഞു വന്നത് ഹസ്തരേഖയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. അല്ല, ഞാൻ മുൻജന്മത്തിന്റെ ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു റിയൽ ഇൻസിഡന്റ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. കാരണം അവിടെ അദ്ദേഹം പ്രൂവ് ചെയ്യുന്നത് ന്യൂ ബോൺ ബേബീസിന് എന്ത് കർമ്മദോഷം വന്നിട്ടാണ് ആ കുട്ടിക്ക് അത്രയും പ്രോബ്ലംസ് ആ കുഞ്ഞ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ആ കുഞ്ഞ് മരിച്ചു പോകുന്നു, എന്തുകൊണ്ട് മരിക്കുന്നു, എന്ത് കർമ്മദോഷമാണ് ആ കുട്ടിക്കുള്ളത്. അപ്പോൾ പ്രീവിയസ് ബർത്തിലെ കണക്ഷൻസ് ഉണ്ട്. ഇത് എത്രയോ ഇൻസിഡൻസ് ഒരു സ്കില്ല് അല്ലെങ്കിൽ അവർക്ക് അന്തർലീനമായ ഒരു സ്കില്ല് അവർ വളരെ ബാല്യകാലത്തെ പ്രകടിപ്പിക്കുന്നത് പ്രീവിയസ് ബർത്തുമായിട്ടുള്ള കണക്ഷൻസ് കൊണ്ടാണെന്നുള്ള ഒത്തിരി റിയൽ ഇൻസിഡൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതിനകത്തോട്ട് ഞാൻ വരുന്നില്ല. കാരണം അതിനുള്ള ആചാര്യന്മാരും അതിനെ പറ്റിയിട്ട് സ്റ്റഡി നടത്തുന്ന റിസർച്ച് നടത്തുന്ന ആൾക്കാർ. എന്റെ സബ്ജക്ട് ഇതൊന്നുമല്ല. എന്റെ സബ്ജക്ട് പ്യൂർലി ഞാൻ ബേസ്ഡ് ഓൺ ബയോകെമിസ്ട്രി തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണോ, നമുക്ക് ഹസ്തരേഖയിലോട്ട് വരുന്നു എന്നുള്ള താങ്കൾ തീരുമാനിക്കുക. പ്രേക്ഷകർക്ക് അല്ല, മുൻജന്മത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഹസ്തരേഖയിൽ നമുക്ക് ആ ഒരു പ്രൊപ്പോർഷൻസ് വേരിയേഷൻസ് കൈകൾ നോക്കിക്കൊണ്ട് മുൻജന്മത്തിലാണോ, അദ്ദേഹത്തിന്റെ DNA-യിലാണോ, അദ്ദേഹത്തിന്റെ പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ ബ്രോട്ടപ്പിലാണോ, എവിടെയാണ് നമുക്ക് കീ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിരിക്കും. അത് കൈ നോക്കി ഐഡന്റിഫൈ ചെയ്യാനും അതനുസരിച്ച് അവർക്ക് വേണ്ടിയ വിധമുള്ള അഡ്വൈസസ് കൊടുക്കാനും പറ്റുമെന്നുള്ളൊരു വസ്തുതയാണ് ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത്. ഈ വിഷയത്തിൽ ഒരു ആധികാരിക ഗ്രന്ഥം സാറ് എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മീൻസ് അപ്പോൾ അത് എന്താണ് സാറ് ഫോളോ ചെയ്യുന്ന? ഇല്ല, ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നതല്ല. നമ്മൾ ഈ അനുഭവങ്ങളും നമ്മൾ പല പല ബുക്കുകളുമാണ്. ഇപ്പോൾ കൈറോയുടെ ബുക്കായാലും ശരി, നമ്മൾ ഇന്ത്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള പല ഓതേഴ്സിൻ്റെ ബുക്കായാലും ശരി, പല ഗുരുക്കന്മാരുടെ അടുത്തായാലും ശരി, നമ്മളിത് എത്രയോ ബുക്സിനേക്കാൾ ഉപരി നമ്മൾ ഈ ബുക്ക് പഠിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നോളജ് ഗ്യാദർ ചെയ്യുന്നതിനേക്കാൾ ഉപരി പ്രാക്ടിക്കലായിട്ട് നമ്മൾ എത്രത്തോളം വ്യക്തികളുമായിട്ട് സംസർഗം വരുന്നു, അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും നമ്മളുടെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലുമാണ്. അതായത് ഈ അനുഭവവും എന്ന് പറയുന്നതും നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്നും പറയുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു ഡോക്ടർ തന്നെ ഒരു ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ ചെയ്തിട്ട് അവർക്ക് എപ്പോഴും നമ്മളൊരു ജോബിന് പോകുമ്പോഴും ചോദിക്കുന്നത് എന്താണ്? എക്സ്പീരിയൻസ്. അല്ല, ഈ ഒരു കാരണം കൊണ്ടായിരിക്കണം ഈ രംഗത്ത് ഒരുപാട് വ്യാജമായിട്ടുള്ള ആൾക്കാരെ, മീൻസ് ഇതിന് കൃത്യമായിട്ടൊരു സിലബസോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ബുക്കോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പാറ്റേണോ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വാളെടുക്കുന്നതെല്ലാം വെളിച്ചപ്പാടെന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം ഉണ്ട്. കാര്യം ഞാൻ അടുത്ത കാലത്ത് ഇവിടെ നമ്മുടെ കരിക്കൻ ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു കൈനോട്ടക്കാരനുമായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആ ട്രാക്ക് പറഞ്ഞത്. ഓക്കെ, ഓഫ് കോഴ്സ് ഇത് പറഞ്ഞപ്പോൾ തന്നെ അതിന് സമാനമായ സംഭവങ്ങൾ ഞാൻ പറയാം. കാരണം നമ്മൾ ഈ രണ്ട് രീതി പറയും. നമ്മൾ ഏത് ഓപ്പർച്യൂണിറ്റി ഇടയ്ക്കും പ്രോബ്ലം കാണുന്നവരുണ്ട്, ഏത് പ്രോബ്ലത്തിൻ്റെ ഇടയിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നവരുണ്ട്. അത് ആ വ്യക്തിയുടെ അനുസൃതമായ ആ വ്യക്തിയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഞാനിതിന് തിരിച്ചുള്ള റിവേഴ്സ് ആംഗിൾ പറയാം. ഞാൻ കോയമ്പത്തൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ക്ഷേത്രങ്ങളെ സന്ദർശിച്ചു കൊടുത്ത് മേട്ടുപ്പാളയം വരഭദ്രാളിയമ്മൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. അപ്പം അവിടെ ഇരുന്ന വ്യക്തി കൈ നോക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ അയാളുടെ ചുറ്റുമുണ്ട്. അപ്പം ഞാനും അവരുടെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്, ആൾക്കാർ വരുന്നു. പക്ഷെ ഇദ്ദേഹം പറയുന്ന ലൈൻസുകൾ പോലും കറക്റ്റ് അല്ല, തെറ്റായിട്ടാണ് പുള്ളി പറയുന്നത്. കാരണം പുള്ളിക്ക് ബേസിക് ആയിട്ടുള്ള പുള്ളി ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പുള്ളി അതിൻ്റെ തിയററ്റിക്കലി അതല്ല. പക്ഷെ പുള്ളിയുടെ അടുത്ത് ആളുണ്ട്. ഞാൻ ഒരു ദിവസം നിന്നു, 2 ദിവസം നിന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, ഈ വ്യക്തിക്ക് എന്താണ് വ്യക്തിയുടെ എത്ര ആള് വരണമെങ്കിൽ എന്തോ പുള്ളിയുടെ കയ്യിൽ ഒരു ദൈവിക ചൈതന്യം പോലെ ആ അമ്മയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ ഞാൻ തിങ്ക് ചെയ്തത് എൻ്റെ നോളജ് ബേസ് ചെയ്ത് മാത്രമായിരുന്നു. നോളജിനപ്പുറം ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു സാധനമാണ്. ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ 6th സെൻസ്, നമ്മുടെ സെൻസറി ഓർഗാൻ അപ്പുറം നമുക്ക് സംഭവിക്കുന്നത്. അതായത് ഒരു നൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് കാളിദാസന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന, അമ്മയുടെ കാരുണ്യം കൊണ്ട് സംഭവിക്കാമെങ്കിൽ എന്തോ ഒന്ന് അവിടെ അദ്ദേഹത്തിലുണ്ടെന്നുള്ള തിരിച്ചറിവ് അത് വീണ്ടും അടുത്ത ദിവസം എന്നെ അവിടെ നിർത്തിപ്പിച്ചു. അപ്പം ഞാനും നിന്നു. അപ്പം അവർ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഡൗട്ട്ഫുൾ ആയിട്ട് എന്നെ നോക്കുന്നുണ്ട്, അവൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യാ എനിക്ക് കൊഞ്ചം ഏതോ ചൊല്ലിക്കൊടുങ്ക അയ്യാ. അപ്പം നമ്മൾ എപ്പോഴും എംപ്റ്റി പോട്ടായിരിക്കണം. നമ്മളൊന്നും അറിയാം, ഞാനിത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് പറഞ്ഞ ലൈൻ ശരിയല്ലല്ലോ, താങ്കൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാനല്ല തോന്നി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആൾക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആൾക്കാർ വളരെ ഭവ്യതയോടെ നിൽക്കുന്നു, എന്തോ സംഭവം അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നാ തമ്പി വേണോ ഇല്ല ഏതാ ചൊല്ലി കൊടുത്തിച്ച. അപ്പുറം അവർക്ക് കൊഞ്ചം എൻ്റെ അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഇത് തോന്നി. എൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അതിനൊരു സയന്റിഫിക് അടിത്തറയില്ല അദ്ദേഹം പറഞ്ഞു തന്ന കാര്യത്തിൽ. പക്ഷേ എൻ്റെ അനുഭവങ്ങൾ, ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ നോളജ്, എൻ്റെ മനസ്സിൽ അദ്ദേഹം എപ്പോഴും ഗുരുവാണ്. കാരണം ഞാൻ അവിടെയും കണ്ടത് ഓപ്പർച്യൂണിറ്റീസാണ്. കാരണം ആ മനുഷ്യന് ആ അമ്മയുടെ അവിടെ കാളി വരഭദ്രവാളിയൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ കാളി മാതാവിൻ്റെ ടെമ്പിളാണ്. ആ അമ്മയുടെ ഒരു അനുഗ്രഹമോ ബ്ലെസ്സിങ്ങോ അദ്ദേഹത്തിൻ്റെ ഇൻറ്റ്യൂഷനില്ല. അദ്ദേഹത്തിന് ഈ തിയറി ഒന്നും ആവശ്യമില്ല.
അതാ ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം പറഞ്ഞു, കയ്യിലൊരു ലൈനുണ്ട്, സരസ്വതി ലൈൻ എന്ന് പറയും. നമ്മുടെ മൗണ്ട് ഓഫ് ഈ ചെറുവിരലിനും ഈ പറയുന്ന മൗണ്ട് ഓഫ് മൂണിനും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈൻ, ഇതിനെയാണ് സരസ്വതി ലൈൻ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈൻ കയ്യിലുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് ഒരു നോളജും വേണ്ട, ഒരു പുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ഒരു തിയറിയും പഠിക്കണ്ട. അവർക്കൊരു വ്യക്തിയെ ഇങ്ങനെ മുന്നിൽ വരുമ്പോൾ അവരുടെ ഇൻഡ്യൂഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, അവർ പറയുന്നത് കറക്റ്റായിട്ട് സംഭവിക്കുകയും ചെയ്യും. അതിന് സരസ്വതി ലൈൻ എന്ന പേര്. നമ്മുടെ IAS നന്ദകുമാർ സാർ, ഇപ്പോൾ അദ്ദേഹം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 സരസ്വതി ലൈനുള്ള വ്യക്തിയായിരുന്നു നന്ദകുമാർ സാർ. അപ്പം അദ്ദേഹത്തിന് 2 രീതിയിലും, അദ്ദേഹം തിയററ്റിക്കലി അത്രയും ഇതാണ്, IAS ക്വാളിഫൈഡ് ആണ്, അത്രയും ബുക്കുകൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ സരസ്വതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ച് നോക്കിയോ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുകയോ ഒന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പേരുകൾ പോലും പറയും. അപ്പം ഒരു ടൈമിൽ അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എൻ്റെ കൈ കാണണോ, ദാ നോക്ക് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് 2 സ്ഥലം. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇത് നമ്മളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ പ്രശസ്ത വ്യക്തികളുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഭയങ്കര സെലിബ്രിറ്റീറ്റൊന്നും അധികം ഇന്ററാക്ട് ചെയ്തില്ല. ഞാൻ ഈ കൂടുതൽ നമ്മളിപ്പോഴും സ്റ്റിൽ ലേണിംഗ് ആണല്ലോ. ലേണിംഗ് ഇസ് എ നെവർ എൻഡിങ് പ്രോസസ് ആണ്. നമ്മളിപ്പം തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുകയല്ലല്ലോ വേണ്ടത്, നമ്മൾ അറിവ് നേടാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആരെയും ഈ ഒരു ലോകത്ത് ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ ഏറ്റവും അറിവില്ലാന്ന് ധരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും നമ്മളെ ജീവൻ പോലും രക്ഷിക്കുന്ന ഒരു അറിവ് നമുക്ക് പകർന്നു കിട്ടുക. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ദൈവം പോലെ ഇപ്പോഴും ആരാധിക്കുന്നത്? ഒരൊറ്റ വാക്കിൽ പറയാമോ അങ്ങേക്ക്? അദ്ദേഹത്തിന്റെ വിഷനേക്കാളുപരി അദ്ദേഹത്തിന്റെ എളിമയല്ലേ, അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി, അദ്ദേഹത്തിന്റെ ഹംബിൾനെസ്. അദ്ദേഹം ഓരോ കുഞ്ഞിനെ കുട്ടിയെപ്പോലും, മരണത്തിൽ പോലും നമുക്ക് അസൂയ തോന്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുൽ കലാംജി. കാരണം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മേഖലയിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മരിക്കുക എന്ന് പറയുന്നത് അതുപോലെ സംഭവിച്ചു എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്തു. താങ്കൾ കുറച്ച് ഞാൻ ഈ പറഞ്ഞ എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതും അവിടെ മൈൻഡ് പ്യുവർ ആണെങ്കിൽ, ഇപ്പൊ താങ്കൾ ഒരാൾ ഹാം ചെയ്തു, താങ്കൾക്ക് ഒരു നെഗറ്റീവ് ചെയ്തു, താങ്കൾക്ക് തിരിച്ച് അങ്ങേർക്ക് അതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമ്പോഴും താങ്കൾ അത് ക്ഷമിക്കുകയും പൊറുക്കുകയും താങ്കളുടെ എമ്പതി മനസ്സിൽ വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് വിൽ ആക്ട് ഫോർ യു. അതാണ് പറയുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരിൽ നമ്മൾ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കും. ഞാനൊരു വ്യക്തിയെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു ടൈമിൽ അങ്ങേരുടെ സ്ഥാനത്തായിരുന്നു. അന്ന് ഞാൻ എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നതെന്നാണ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം പലർക്കും വേണ്ടത് എന്താണെന്നറിയോ സാറിന്? പലർക്കും വേണ്ടത് ഒരു കേൾവിക്കാരനെയാണ്. അപ്പോൾ ഞാനൊരു പോകുന്നത് കാരണം നമ്മൾ ഓൺ സൈഡഡ് ആയിട്ട് പറയുമ്പോൾ അതിലർത്ഥമില്ല. നമ്മൾ അവരെ ലിസൺ ചെയ്യുക, അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കേൾക്കുക. അവിടെ തന്നെ നമുക്ക് ഹാഫ് ദ പ്രോബ്ലം സോൾവ് ആകുന്നുണ്ട്. ഈ വ്യക്തി കേട്ടു. പിന്നെ നമ്മൾ അദ്ദേഹം പറഞ്ഞത് കൂട്ട് തന്നെ ഡ്യൂ റെസ്പെക്ട് പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യക്തിക്ക് അനുസൃതമായായിരിക്കും നമ്മൾ സംസാരിക്കുക. ഇപ്പോൾ അങ്ങ് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ലെവലിലായിരിക്കും ഞാൻ തിരിച്ച് അങ്ങേടുത്ത് റെസ്പോണ്ട് ചെയ്യുക. അത് നമ്മൾ ആ വ്യക്തിക്ക് അനുസരിച്ച്. ഇപ്പോൾ ഞാൻ വേറൊരു ഇൻ്റർവ്യൂറാണ് എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആ മാറ്റമാണല്ലോ നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതായി പോകുമല്ലോ. നമ്മൾ വ്യക്തികളെ റെസ്പെക്ട് ചെയ്യുക. റെസ്പെക്ട് ഈസ് അൾട്ടിമേറ്റ്. തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷണൽ സ്പീക്കറിനെ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ കാഴ്ചപ്പാടിൽ ഹസ്തരേഖ എന്ന് പറയുന്ന ഈ പാമിസ്ട്രിയെ വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ഈ സെഷനിൽ അങ്ങ് വരച്ചു കാട്ടി. വളരെ നന്ദിയുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഇത്രയും. തീർച്ചയായിട്ടും ഒരു അസ്തരേഖക്കാരൻ ഏറ്റവും അതിനുമായിട്ട് അനുയോജ്യമായി അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് മനഃശാസ്ത്രം. ആ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഏത് ശാസ്ത്രത്തെയും നമ്മൾ കൈകാര്യം ചെയ്യാൻ. ആ വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുക, വ്യക്തികളുടെ ഡിഫറൻസ് തിരിച്ചറിയുക എന്നതാണ്. ജയ് സാറാം.